ഗായ്സ്, അപ്പോൾ നമ്മളൊരു കല്യാണത്തിന് പോവുകയാണ്. എത്ര ജയിക്ക് നോക്കണേ. ഇപ്പോൾ പാലക്കാട് ഒരു കല്യാണത്തിന് പോവുകയാണ്. ആരുടെ കല്യാണം പറഞ്ഞതാ? ഇവളെ അമ്മായിൻ്റെ മകൻ്റെ കല്യാണം അല്ലേ? എന്ത്? അതായത് ഓളെ അമ്മായിൻ്റെ മകൻ്റെ ചെറുക്കൻ പെണ്ണിട്ടാണ്. പാലക്കാട്ടിൽ നിന്നാണ് പെണ്ണിട്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ മണ്ണാർക്കാടൊക്കെ കഴിഞ്ഞിങ്ങനെ പോകുന്നു. ഇതെന്താ സ്ഥലപ്പേര് അറിയില്ല. ചായ കുടിച്ചിട്ടുണ്ടായില്ല രാവിലെ. അപ്പോൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയാണ്. ചായ പഴംപൊരി ഉണ്ട്. അപ്പം ഞാനുണ്ട് ഇനിമോളുണ്ട്, നൂനുണ്ട്, ആദൂസുണ്ട്, പിന്നെ ഇബിള് ഉണ്ട്. ഇവിടുന്ന് മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിക്കണത്. ഇവള് ചുവപ്പും. ഇവള് പിന്നെ ഏതാ ഡ്രസ് കളറ്. പിന്നെ ഞങ്ങളിപ്പോൾ ചായ കുടിച്ചിരുന്ന സ്ഥലം നല്ലൊരു ഗാർഡനിലാണ് കേട്ടോ. ഗാർഡൻ കഫേ. പക്ഷെ വലിയ സംഭവമൊന്നുമല്ല. ചായയും നല്ല പഴംപൊരി അല്ലേ? പോലെന്നാ ഇപ്പം നാളെ കല്യാണ വീഡിയോസ് കാണാം. എൻ്റെ ചെറിയ പഠിച്ചാ ചെറിയ പഠിച്ചാ എന്താ എൻ്റെ പ്രശ്നം? എന്താ ഇത് തീക്ക് ഭാര്യ ഇത് തീക്ക് വാങ്ങും കേട്ടോ. ഫുള്ളല്ലേ അതിന് അങ്ങനെ കുടിച്ചാൽ മതി. പോകാൻ മതി. ചായ അടിപൊളിയാണ്. പോലെ അത് പോവാ കയറി. എത്താനായില്ലേ? അപ്പൊ നമ്മള് ഏകദേശം എത്താനായില്ലേ? ഇനിമോള് തെറ്റിക്കണേ. ഇനിമോൾ ഉമ്മച്ചിനോട് തെറ്റി. കിട്ടി, അടി കിട്ടി. ഇനിമോൾക്ക് കിട്ടി, തെറ്റി. ഇനിമോൾ തെറ്റി അല്ലേ? ആ ദിവസം എവിടെ? അപ്പൊ നമ്മള് ഓഡിറ്റോറിയത്തിലെത്തിയല്ലോ മക്കളെ. അപ്പോൾ അതാണ് നമ്മളെ ഓഡിറ്റോറിയം. ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇതെന്താ ഓഡിറ്റോറിയത്തിൻ്റെ പേരെന്താ പറഞ്ഞപ്പോൾ? നായനാറല്ലേ? നായനാർ സ്മാരക ഓഡിറ്റോറിയമാണ്, പാലക്കാട് കഞ്ചിക്കാട്. ഇറങ്ങി നൂനോ പോലെ നിക്കാഹ് തുടങ്ങാനേക്കണേ, നിക്കാഹിനേക്കണേ വിളിച്ചിട്ടുണ്ട്. അതാണ് ഓഡിറ്റോറിയം. പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഇ കെ നായനാർ കൺവെൻഷൻ സെൻ്റർ അല്ലേ? ഇനി വെള്ളം കുടിച്ചാ അപ്പം നമ്മൾ മിൻറ്റ് കുടിക്കണം. മിൻറ്റ് ആ ദിവസേ എനിക്ക് വെള്ളം വേണോ? എന്നാ ഞാണോ അതാ പോയി. മതി കേട്ടോ, മതി. നീ പച്ച പിടിച്ചോ കേട്ടോ. കയറല്ലേ? അതെ ആ കാണുന്നു. നമ്മൾ ഓഡിറ്റോറിയം ഓഡിറ്റോറിയം ആട്ടോ.
അസ്സലാമു അലൈക്കും. അമ്മൂസാക്ക് എന്താ വർത്താനം? എവിടെ ബസ് അവിടെ എത്തിനപ്പോൾ? അസ്സലാമു അലൈക്കും. അല്ലേ എത്ര സംഭവം അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിക്കാഹ് തുടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കും. ദുആയിൽ പങ്കെടുത്ത് നമ്മളെല്ലാവരെയും സ്വാലിഹായ അവരായി സ്വീകരിക്കുമാറാകട്ടെ. وزوجك ما أمر الله تعالى به صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. وبارك لنا في جميع في ذكر هذا يا رب العالمين. ഇവിടെ കുറച്ച് ആൾക്കാർ ഒരു മണിക്കൂറായി ഭക്ഷണത്തിന് കാത്തുക്കണ് അല്ലേ? എടി അരമണിക്കൂറിൻ്റെ മേലെയല്ലേ നിങ്ങൾ ഇവിടെ ഒക്കെ തുടങ്ങിയിട്ട്? നൂനോ വെറും തിരക്കാണ് ചോറ് കഴിച്ചാൽ സ്ഥലമല്ല. ഞാൻ പോകും കേട്ടോ, ഞാൻ പോകും കേട്ടോ. ഞാൻ പോയി അപ്പം നമ്മൾ മെയിൻ ഐറ്റംസ് ഒക്കെ എത്തിയിട്ട് കല്യാണത്തിൻ്റെ മെയിൻ ഐറ്റംസ് ആയ അപ്പോൾ ഭക്ഷണത്തിന് കാത്തിക്കാണ് നമ്മൾ. പെരുന്തരക്കാണ്. അങ്ങനെ പ്ലേറ്റ് എത്തില്ലേ? അടിപൊളി പ്ലേറ്റ് ആട്ടോ ഈ. പക്ഷേ നമ്മളവിടെ നിന്ന് ഈ പ്ലേറ്റ് പറ്റൂല, അലോഡല്ല. ഇത് മറ്റേതാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ പെട്ടതാണ്. വലിച്ചല്ലേ ചോറ് വേണം വേണ്ടേ? ഒരു മിനിറ്റ്. അത് വേണ്ടല്ലോ, എനിക്ക് വേണ്ടല്ലോ. ആളെ എന്തൊരു റൈസ് എനിക്ക് തന്നെ? നൂനൂന് ഐസ്ക്രീം വേണ്ടേ? 10 റുപ്യ ഉള്ളു വാങ്ങിക്കോളി. 10 റുപ്യ ഉള്ളു. 10 റുപ്യ ബാക്കി 5 റുപ്യൻ്റെ. നൂനോട്
വാങ്ങിക്കാൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കൽ നമുക്ക് നടക്കില്ല. ഒരു മനസ്സമാധാനമല്ലാതെ ബാക്കിൽ ആൾക്കാർ ഇങ്ങനെ കാത്തില്ല. രണ്ട് സംഭവത്തിലാണ് നമുക്ക് മനസ്സൊഴിഞ്ഞ് നിൽക്കുന്നത്. ഭക്ഷണം കഴിക്കാനും അത് കൊണ്ടുപോയി ഒഴിച്ചാലും അതിന് രണ്ടിനും മനസ്സമാധാനം വേണം. അല്ലെങ്കിൽ എങ്ങനെ സംഗതി എടുക്കണേ? കൊള്ളോ ഇതിൽ കൊള്ളോ സ്നാലേ സാറല്ലേ അതാ പുതിയ ഒരു ഹായ് എന്നാണ്. ഫോട്ടോ നോക്കിയാൽ ഫോട്ടോ ആവും. ഇവിടെ തന്നെ നോക്കിയാൽ ഫോട്ടോ ആവും. അലതത്തത് കുടുംബശ്രീൻ്റെ മീറ്റിങ്ങോ? എന്താണ് വാ പോര് ഇനിമോളെ പോര് പോ നൂന് പോനല്ലേ?